അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു ദിവസം. അപ്പോൾ അതിൽ എന്താണ് കുട്ടികളെ സ്കൂളിൽ വിടണത്, അതിലുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ വീട്ടിലോട്ടൊരു ക്ലീനിങ്ങും ഒരു റെസിപ്പിയുടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. എന്നാൽ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഇഷ്ടമാവുന്ന ഒരു ഇതാണ് കേട്ടോ. എന്നാൽ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളെ വിടണ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണ് 7:45 ബസ് വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി അര കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട് കേട്ടോ ജംഗ്ഷനിലോട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതുപോലെ രാവിലെ 2 വീലറിന് ഇതുപോലെ കൊണ്ടാക്കി കൊടുക്കലാണ് പതിവ്. വൈകുന്നേരം ഇതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് വിളിക്കണം. അപ്പോൾ ഞാൻ അവരെയും കൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ നാസിയുടെ ബാഗ് ഞാൻ എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ നിച്ചുമോൻ ഇരുത്താറുള്ളത്. ഇത്തിരി പാടാണ്, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അവിടം വരെ എത്തും കേട്ടോ. അപ്പോൾ അതേ മനുബംഗവലയിലാണിത്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. അപ്പോൾ അതേ സ്കൂൾ ബസ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവരെ കയറ്റി വിട്ടിട്ട് എനിക്ക് മെഡിക്കൽ ഷോപ്പിലൊന്ന് പോകാനുണ്ട്. മോൾക്കൊരു മരുന്ന് കഴിഞ്ഞിരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് മോൾ എണീറ്റിട്ടുണ്ടായി ഉമ്മച്ചി. അപ്പോൾ അങ്ങോട്ട് ബാക്കിലോട്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം ഞാൻ അതേ മെഡിക്കൽ ഷോപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവിടെ നിന്നൊന്ന് മരുന്ന് വാങ്ങിക്കണം. ഇതിപ്പോൾ പറവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുള്ള മെഡിക്കൽ ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് കേട്ടോ കണ്ടില്ലേ അവിടെ എന്താണ് പൂക്കൾ മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ ചെടി കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെടിയോട് കൂടിയിട്ടാണ് ആ പുള്ളി അങ്ങനെ വിൽക്കാൻ വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ എനിക്കത് നോക്കണം എന്നൊക്കെ ഉണ്ടായി. പക്ഷേ കൊച്ച് അവിടെ നല്ല കരച്ചിലായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല, നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. ഈ ഡ്രൈവിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ആ വണ്ടിയൊക്കെ ഓടിച്ച് സ്വസ്ഥമായിട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് കുറേ റിലാക്സ് ആവും. പിന്നെ കുറേ ടെൻഷനൊക്കെ ഒന്ന് ഫ്രീ ആവണത്, ഞാൻ എൻ്റെ മൈൻഡ് കുറേയൊക്കെ സെറ്റാക്കണതും ഈ ഒരു ടൈമിലാണ് കേട്ടോ. വണ്ടി ഇങ്ങനെ ഓടിച്ചു പോണ സമയത്ത് കുറച്ചുകൂടെ എനിക്കിങ്ങനെ യാത്രകൾ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ പൊതുവേ ഇക്കാക്കില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ യാത്രകളൊക്കെ ഭയങ്കര ചുരുക്കമാണ്. അപ്പം ഞാൻ ദേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി ഇതേ ഗേറ്റൊക്കെ ഒന്ന് അടക്കുന്നുണ്ട്. ഇവിടെ പട്ടികളുടെ ഒരുപാട് ശല്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഗേറ്റൊന്നും തീരെ തുറക്കാറില്ല, അല്ലേ തന്നെ ഞങ്ങൾ തുറന്നിടാറില്ല കേട്ടോ. അതുപോലെ കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അത് കാരണം അടച്ചിടേ ഉള്ളൂ. അപ്പോൾ അതേ വെല്ലുമ്മ ഉണ്ടായിരുന്നു കേട്ടോ. വെല്ലുമ്മയായിട്ടൊന്ന് വെറുതെ ഇങ്ങനെ വർത്താനവും പറഞ്ഞ വെല്ലുമ്മ ഇതെന്താണ് ഞാൻ ഈ ഫോൺ പിടിച്ച് നടക്കണേന്ന് ഓർത്തിട്ട് നിൽക്കുകയാണ്. ഇപ്പം ഞാൻ വന്നേറി കുറച്ച് കഴിയുമ്പോഴേക്കും വാപ്പിച്ച് ഇതേ കടയിലോട്ട് പോയിട്ടാ. ഇനിയിപ്പോൾ വാപ്പിച്ചില്ല, ഇനിയിപ്പോൾ ഞാനും ഉമ്മച്ചി വെല്ലുമ്മയും കുൽസുമോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, മക്കളും പോയല്ലോ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തപ്പോഴാണ് കുറച്ചായി വീടിൻ്റെ ഫ്രണ്ടിൽ ആദ്യം അവിടെ പുല്ലൊക്കെ പിടിപ്പിച്ചിരുന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പുല്ലൊക്കെ പോയിട്ട് ആകെ കാട് പിടിച്ച്. പിന്നെ ഉമ്മച്ചി കുറേയൊക്കെ ക്ലീനാക്കാൻ നോക്കാറുണ്ട്, പക്ഷേ എന്നാൽ തന്നെ അത്യാവശ്യം പുല്ലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുൽസുമോൾ ഇതേ ഉറങ്ങി. അപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറങ്ങിയിട്ടാ. ഇനിയിപ്പോൾ അപ്പോൾ അവളൊന്ന് കെടുത്തിക്കൊണ്ടും ഈ കണ്ടില്ലേ ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ അത്യാവശ്യം പുല്ലൊക്കെ പിടിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ കിടക്കണ കോലം കണ്ട പുല്ലൊക്കെ പോയി പാകെ കംപ്ലീറ്റ് കാട് പിടിച്ചെടുക്കുകയാണ്. കണ്ടില്ലേ ഇടയ്ക്ക് കൂടി വാപ്പിച്ച് കൊണ്ട് നട്ടതാണ് കേട്ടോ ആ ചെടി. കണ്ട കുറച്ച് അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വെട്ടിപ്പറിച്ച് കളയാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. കളയണില്ല, ആ ചെടിയൊക്കെ ഇത് ഉമ്മിച്ച് കൊണ്ട് നട്ടതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടി പുല്ല് പിന്നെ ഇത് റെഡ് പാമാണ്. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കയറി കിടന്നിട്ടേ ആകെ അലമ്പായി കിടക്കണം. അപ്പോൾ അത് പിന്നെ കുറച്ച് മൈലാഞ്ചി ഇപ്പുണ്ട്, അപ്പുറം ഒരു വേപ്പ് നിൽക്കുന്നുണ്ട്, കുറച്ച് അലോവേരയുടെ നിൽക്കുന്നുണ്ട്. കണ്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നിൽക്കണത്. ഇതൊക്കെ ഒന്ന് ഇളക്കി പറിച്ച് മാറ്റി വെച്ചിട്ട് ഇത് ചട്ടികളൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ചട്ടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് മെനയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് നിൽക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ അപ്പുറത്തെ സൈഡിലുണ്ട്, അവിടെ അത്രയും പ്രശ്നമില്ല, ഇവിടെയാണ് നല്ല കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഉമ്മച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് അടുക്കളയിൽ കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചിയും കൂടി കൂടും. അപ്പോൾ ഒന്ന് ഈ ചട്ടികളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഇളക്കി മാറ്റിയിട്ട് അപ്പോൾ ഒന്ന് പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കളയട്ടെ.
ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. പക്ഷെ ഇപ്പോൾ ഉമ്മച്ചിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റോസാണ് കേട്ടോ. വീട്ടിൽ കൈ ഒഴിയാണ്ട് എപ്പോഴും ഉണ്ടാകുമായിരുന്നു റോസാപ്പൂവൊക്കെ. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ എല്ലാം പോയി. ഇപ്പോൾ ഉമ്മച്ചിക്ക് ആകെ അത് ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ ഉമ്മച്ചിക്ക് ഇനി എപ്പോഴെങ്കിലും റോസൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ ഓഫർ ഇട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാൻ നിൽക്കണത്. അപ്പോൾ അങ്ങനെ ഞാൻ മമ്മട്ടിയൊക്കെ എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് അത്യാവശ്യം പുല്ലുണ്ട് കേട്ടോ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തിപ്പറിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒക്കെ ഒന്ന് മണ്ണൊക്കെ അവിടെ തന്നെ കുടഞ്ഞിട്ടിട്ട് പുല്ല് മാത്രം ഇങ്ങോട്ട് പുറത്തോട്ട് ഇടുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം ആ ഒരു സൈഡ് അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടാ. ഇനി ഇപ്പുറത്തെ സൈഡുണ്ട്, ഞാൻ നിൽക്കണ ആ ഒരു സൈഡല്ല ഇപ്പുറത്തെ സൈഡുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചിയും വന്നിട്ടാ. അപ്പോൾ പിന്നെ അപ്പുറത്തെ സൈഡ് കുറച്ചൊക്കെ ഉമ്മച്ചി ചെയ്തു. പക്ഷെ ഉമ്മച്ചിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര നടുവേദനയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതാരണം ഉമ്മച്ചിക്ക് അങ്ങനത്തെ പണികളൊന്നും അങ്ങനെ അധികം നേരം നിന്ന് ചെയ്യാനൊന്നും പറ്റൂല. ഉമ്മച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ചെയ്യണുണ്ടപ്പോൾ ആൾ കൂടെ അങ്ങനെ കൂടിയതാട്ടാ. കണ്ടില്ലേ, ഞാൻ ഈ ഒരു സൈഡ് ഇത്രയും കോലത്തിലൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി വന്നിട്ട് ബാക്കിയുള്ള സൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ആവശ്യമായി. ഞാനപ്പോൾ ഒരു സൈഡിലവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും വാപ്പച്ചിയും വന്ന്. അപ്പോൾ അതിൽ റെഡ് പാം നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഇത്തിരി കട്ടി കൂടിയതൊക്കെ വാപ്പച്ചിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ടാണ്. കാരണം അതിങ്ങനെ കടഭാഗം ഇങ്ങനെ മോൾ ഭാഗത്തോട്ട് ഇങ്ങനെ പൊങ്ങി വന്നു. കാരണം അടിയിലല്ല മണ്ണായിട്ട് മുട്ടിയിട്ട് പോലുമില്ല, അത്രക്കും പൊങ്ങിയൊക്കെ വന്നിട്ട് വാപ്പച്ചിയും കൂടി കൂടിയിട്ട് ഞങ്ങൾ കണ്ടല്ലേ കുറച്ചൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതെ ഇപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ചെടിച്ചട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇത് കണ്ടോ, ഇതിൽ നിന്ന് കുറേ വെട്ടിക്കളഞ്ഞിട്ടാ. നമ്മൾ ഇതിൽ നിന്നൊന്ന് കൊത്തിപ്പറിച്ചൊരു നടാൻ നോക്കിക്കഴിഞ്ഞാൽ പിടിക്കാറില്ല കേട്ടോ, ഉണങ്ങി പോവലാണ് എപ്പോഴും. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ആ വലിയ ഇത്തിരി കട്ടി കൂടിയതൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടാ. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെയൊക്കെ വെട്ടിപ്പറിച്ച് കളഞ്ഞ്. വാപ്പിച്ചിയാണ് കേട്ടോ നിൽക്കുന്നത്. വാപ്പിച്ചി കടയിൽ പോയി വന്നിട്ട് അപ്പോൾ ഞങ്ങളിത് ചെയ്യണുണ്ടപ്പോൾ കൂടെ കൂടിയതാണ്. അപ്പോൾ ഇങ്ങനെ ഉമ്മിച്ച് പോയിട്ട് നാരങ്ങവെള്ളം കലക്കിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊരു ഗ്ലാസ്സൊക്കെ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ ചെയ്യാൻ നിന്നത്. ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് പണ്ടും ഉമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. ഇപ്പോഴൊന്നും ഉള്ളതല്ല, പണ്ടേ കൊണ്ടുവന്നതാട്ടോ. അത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇരുന്നിരുന്നത്. പിന്നെ അതൊക്കെ എടുത്ത് ഒരിടക്ക് വലിച്ചു മാറ്റി അങ്ങോട്ടൊക്കെ ഇട്ടതാണ്. ഇപ്പോൾ ഒരു ചട്ടി എടുത്തപ്പോൾ അത് പൊട്ടി. എന്നാലും തൽക്കാലം ഇപ്പോൾ അതിലൊന്നും അങ്ങനെ വെച്ചതാണ്. ഇനിയിപ്പോൾ വേറെ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഇതേപോലെ ഇതും മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഞാൻ ചട്ടി ഇരുന്ന് ക്ലീനിങ്ങും എല്ലാവരും ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ കുൽസുമോളെ എഴുന്നേക്കണേക്ക് മുന്നേ എനിക്ക് ഇതൊക്കെ തീർക്കണമായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഞാനും ഉമ്മച്ചിയും കൂടിയൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കണേണ്. ഇനിയിപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചട്ടിയൊക്കെ ഒന്ന് ക്ലീനാക്കി ഒന്ന് തിരിച്ച് വെച്ചാൽ മതിയാകും. പിന്നെ അവിടെ ഒന്ന് മണ്ണൊക്കെ കിടക്കണുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും കുൽസുമോൾ എണീറ്റിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഇത്രയും തന്നെ ആയിട്ട് ഞാൻ നിർത്തിയിട്ടാ. പിന്നെ ബാക്കി ഉമ്മിച്ചാണ് കേട്ടോ ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്യലും എല്ലാം ഉമ്മിച്ച് തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് സമയം മോളെ എടുത്തിട്ട് അവൾ സമ്മതിക്കണ്ടായിരുന്നില്ല, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ എടുത്ത് നടന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചിയും കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് കുൽസുമോളാക്കിക്കൊണ്ടാണ് കേട്ടോ സാമ്പാർ. ഉമ്മച്ചി കഷ്ണമൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇത് കൂട്ടിയെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് കേട്ടോ അത് ചെയ്തെടുത്തത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയത് ഞാൻ സാമ്പാറോട് ഇടാൻ മറന്നുപോയിട്ടാ. പിന്നെയാണ് ഓർത്തത് ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ രണ്ടാമത് ഇട്ടതാട്ടി കണ്ടത്. അപ്പോൾ ഇതേ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഇതേ അലക്കൽ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി അലക്കിയതൊന്ന് കൊണ്ടുപോയി വിരിച്ചിടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പടം ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ കുറച്ച് ക്യാബേജ് വെള്ളത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്കിന്ന് ഉച്ചക്കത്തത്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കണ ആ ഒരു ടൈമിലൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ആവശ്യതയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉറങ്ങിയൊക്കെ പോയി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എടുക്കണത് വൈകുന്നേരം ടൈമിലാണ്. ഇതിപ്പോൾ വൈകുന്നേരം ടൈമാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ രാവിലെ ചെയ്തത് ഇതുപോലെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പം തന്നെ പുല്ല് കയറും കേട്ടോ, അത് വേറെ ഒരു കാര്യം. പക്ഷെ എന്നാലും ഒന്ന് ക്ലീൻ ആക്കിയിട്ടപ്പോൾ ഒരു സമാധാനം. ഞാനിപ്പോൾ മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം അവിടെ ചെന്ന് തന്നെ വിളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ബാഗ് തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കും.
ബാഗേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം നെയ്യപ്പവും കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ വാപ്പിച്ച് വന്നപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ നെയ്യപ്പം. അവരിന്നിപ്പോൾ ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ ഇത്തിരി വൈകിട്ടുണ്ടായിട്ട്, അല്ലെങ്കിൽ 4:45 ആകുമ്പോഴേക്കും 4:50 ആകുമ്പോഴേക്കും ഇവിടെ എത്തണമാണ്. ഇന്നിപ്പോൾ നല്ല വൈകിട്ടുണ്ടായിരുന്നു. ഞാൻ കിടന്ന് ഒന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ചെന്നപ്പോഴേക്കും അവർ പയ്യെ ഇങ്ങോട്ട് നടന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇവർ എത്തിയപ്പോഴേക്കും 5 മണിയായിട്ടുണ്ടായി. അപ്പോൾ 5 മണിക്കാണ് കേട്ടോ ട്യൂഷൻ തുടങ്ങണം. അതാരണം അവർക്കൊന്നിനും നേരം കിട്ടില്ല. ഒരു നേരെ ട്യൂഷൻ ക്ലാസ് ചായ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോയിട്ടാ. ഇനിയിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ മദ്രസയുണ്ട്, ഓൺലൈൻ മദ്രസയിലാണ് ഇവരാക്കിയേക്കണേ കേട്ടോ. ഇവിടെ പള്ളിയിലുള്ള മദ്രസയിൽ ആണ് ആദ്യം ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നേരം ഇവർക്ക് സ്കൂളിൽ പോണ ടൈമായിട്ട് ഒത്തു വരണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈനിലോട്ട് മാറ്റിയത്. പക്ഷേ ഇനിയിപ്പോൾ ഓൺലൈൻ മദ്രസ കഴിയുമ്പോൾ 8:20 ആവും. അതിന് ശേഷമാണ് കേട്ടോ മക്കളൊന്ന് ഫ്രീ ആവണത്. അതിനുശേഷം പിന്നെ വീട്ടിലിരുത്തി അങ്ങനെ പഠിപ്പിക്കാറൊന്നുമില്ല. കാരണം ഇത്രയും ടയേർഡായിട്ടല്ലേ രാവിലെ ഇറങ്ങിയിട്ട് ഇത്രയും ടൈം ഓരോരോ കാര്യത്തിന് ഈ പഠിത്തത്തിന് തന്നെ ഇങ്ങനെ നടക്കല്ലേ. അപ്പോൾ അതായിരുന്നു ഞാൻ പിന്നെ കൂടുതലും രാത്രിയിൽ അങ്ങനെ ഇരുത്തി അങ്ങനെ പഠിപ്പിക്കാറൊന്നുമില്ല. അത്യാവശ്യം വല്ല ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ടിരുന്ന് എഴുതലേ ഉള്ളൂ. ഇന്നിപ്പോൾ നിച്ചുമോനിക്ക് മാത്രമാണ് കേട്ടോ മദ്രസ ഉള്ളത്. നാസിമോനിക്കില്ല ഇന്നിപ്പോൾ. ഇപ്പോൾ അവൻ മദ്രസയിൽ കയറിയേക്കാണ്. നാസിക്ക് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ഞാൻ പറഞ്ഞില്ലേ ഒരു സിമ്പിളായിട്ടൊരു റെസിപ്പി കാണിച്ചു തരാമെന്ന്. അതാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഒരു പാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഒരു 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ചിക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ മുട്ടയുടെ എണ്ണ ആയാലും സവാളയുടെ എണ്ണ ആയാലും ഇതിൽ നമ്മൾ ബ്രെഡ് ചേർക്കും, അതിൻ്റെ എണ്ണ ആയാലും പെപ്പർ പൗഡർ ചേർക്കും. എല്ലാനും നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുണ്ടോ അതനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു അളവിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർക്കണത്. ഇപ്പോൾ വേണമെങ്കിൽ തോന്നും ഈ മുട്ടയുടെ കൂടെ സവാള ഇട്ടാൽ പോരെയെന്ന്. പക്ഷേ ഞാൻ ആ സവാള ഒരുപാട് അങ്ങോട്ട് വാടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇടാണ്ടിരുന്നത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് അത്യാവശ്യം വാടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിലോട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സൈഡൊന്നും കളഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടിയാണ് കേട്ടോ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ആ ടൊമാറ്റോ സോസ് ഒഴിക്കണം ആ ഒരു ഭാഗം എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ടൊമാറ്റോ സോസ് മസ്റ്റായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. പിന്നെ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യണം. ഇതിലിപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാകും. അപ്പോൾ എന്തായാലും ഇത് വേണമെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയ ഐറ്റമാണ്. അതല്ലെങ്കിൽ പിള്ളേർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയതാണ്. ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ അടുത്തതൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.